നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി പള്ളിപ്പുറം ചെങ്ങംതറ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത് കനത്ത സുരക്ഷാ വലയത്തിൽ. വീട്ടിലേക്കുള്ള വഴിയുടെ തുടക്കത്തിൽ തന്നെ പോലീസ് ഗേറ്റടച്ച് കാവൽ ഏർപ്പെടുത്തി. വീടിന്റെ 4 വശത്തും കയറുകെട്ടി തടഞ്ഞു. എന്നിട്ടും സമീപവാസികളുടെ വീട്ടുവളപ്പിലൂടെ സെബാസ്റ്റ്യന്റെ പുരയിടത്തിന്റെ അതിരുകളിലേക്കെത്തി ജനം സ്ഥാനം പിടിച്ചു. ജൂലൈ 28-ന് വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയതിനു പിന്നാലെ വീട് പോലീസ് സീൽ ചെയ്തിരുന്നു. 3 ദിവസം മുൻപ് ഇവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തി. ഇന്നലെ രാവിലെ ചേർത്തല ASP ഹരീഷ് ജയന്റെ നേതൃത്വത്തിൽ ചേർത്തല അർത്തുങ്കൽ കുത്തിയത്തോട് പോലീസ്, ആലപ്പുഴ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള സായുധ സേനയും സ്ഥലത്തെത്തി. ഉച്ചയ്ക്ക് 12:30-നാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനുമായി വീട്ടിലെത്തിയത്. 28 മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ അതേ സ്ഥലത്താണ് ഇന്നലെയും ആദ്യ പരിശോധന നടത്തിയത്. ഇവിടെ നിന്നാണ് 8 അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. വീടിന് പുറത്തുള്ള കുളിമുറിയിൽ രക്തക്കറ കണ്ടെത്തി. കുളിമുറി കഴുകി വൃത്തിയാക്കാൻ ഉപയോഗിച്ച സ്ക്രബ്ബർ കണ്ടെത്തിയിട്ടുണ്ട്. വീടിനുള്ളിലും രക്തക്കറ കണ്ടെത്തി. കുളത്തിൽ നിന്നാണ് വസ്ത്രഭാഗങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പരിശീലനം ലഭിച്ച കേഡർ നായ ഏഞ്ചലാണ് കൊന്ത കണ്ടെത്തിയത്. ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് പരിശോധന പകർത്താനുള്ള ശ്രമം തടഞ്ഞ് പോലീസ് ഡ്രോൺ പിടിച്ചെടുത്തു. ജൈനമ്മ തിരോധന കേസിലെ മുഖ്യപ്രതി CM സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയത് കത്തിക്കരഞ്ഞ അസ്ഥികൾ. മൃതദേഹം മറവ് ചെയ്തു മാസങ്ങൾക്ക് ശേഷം അസ്ഥികൾ പുറത്തെടുത്ത് വീണ്ടും കത്തിച്ചിട്ടുണ്ടാകാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. ജൂലൈ 28-ന് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ തലയോട്ടിയും തുടയെല്ലും പല്ലുകളും ഉൾപ്പെടെയുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടെത്തിയതായിരുന്നു. ഇതിന്റെ തൊട്ടടുത്തു നിന്നാണ് ഇന്നലെ 6 അസ്ഥികൾ കൂടി കണ്ടെത്തിയത്. രണ്ടും ഒരാളുടേതാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളും DNA പരിശോധന നടത്തും. കാണാതായ ജൈനമ്മ, ഐഷ എന്നിവരുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതാണ് എന്ന നിഗമനത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് മുന്നോട്ടു പോകുന്നത്. എന്നാൽ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെടുത്ത അവശിഷ്ടങ്ങളിൽ ക്യാപ്പിട്ട പല്ല് കണ്ടെത്തിയതോടെയാണ് 2012 മുതൽ കാണാതായ ഐഷയെ കേന്ദ്രീകരിച്ചു അന്വേഷണം ആരംഭിച്ചത്. ജൈനമ്മയുടെ പല്ലിന് ക്യാപ്പിട്ടിട്ടില്ല എന്നാണ് ബന്ധുക്കളുടെ മൊഴി. എന്നാൽ ഐഷയ്ക്ക് ഒരു കൃത്രിമ പല്ലുണ്ടായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു. കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യൻ സീരിയൽ കില്ലറാണോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.